സൂപ്പർ. തീർത്ഥ ഓ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. Thank you. അതിനൊക്കെ അവിടെ കിടിലൻ സ്റ്റെപ്പ് ഒക്കെ ഇട്ടോ ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. ഇഷ്ടായോ പാട്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് അപ്രൂവൽ കിട്ടി. ഓക്കെ, നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം. ഹരിച്ചേട്ടാ. തീർത്ഥ ആ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. തീർത്ഥയുടെ കോൺഫിഡൻസ് ഒക്കെ കുറച്ചും കൂടി ബിൽഡ് ആയിട്ടുണ്ട്. അതാണ് പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതൊരു ഫാസ്റ്റ് നമ്പർ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു മിഡ് ടെമ്പോ സോങ് ആണ്. ഈ സോങ് ഈ റൗണ്ടിന് റൈറ്റ് ചോയ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഡൗട്ട്ഫുൾ ആണ്. കാരണം തീർത്ഥയുടെ വേറൊരു ടോണും വേറൊരു സ്റ്റൈൽ ഓഫ് സിംഗിങ് കൊണ്ടുവരാൻ പറ്റിയൊരു റൗണ്ടായിരുന്നു ഇത്. അങ്ങനത്തെ കുറച്ച് ഷിഫ്റ്റുള്ള കുറച്ചൊരു മാറ്റി പിടിക്കായിരുന്നു എന്ന് എനിക്കൊരു ഫീൽ ചെയ്തു. ബട്ട് നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പാടി. പിന്നെ എനിക്ക് തോന്നി പെർഫോമൻസ് നമ്മളിപ്പോൾ പാടി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്യാം, പിന്നെ അങ്ങ് ഡാൻസ് ചെയ്യാം. ഇത് തീർത്ഥ പാടി കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ അങ്ങ് നിന്നു. അപ്പൊ അവിടെ നമ്മൾ കുറച്ചുകൂടി ഒരു എനർജി, കാരണം ലാൻഡിങ് അല്ലേ, അവിടെ ഒരു പൊളി വിളിച്ചിരുന്നെങ്കിൽ രസമായിരുന്നു എന്ന് തോന്നി എനിക്ക്. ആ ചരണത്തിലെ ലാസ്റ്റ് 2 വരി ഒന്ന് പാടാവോ? ആ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പാടി. നേരത്തെ തുമ്പിപ്പാട്ടെന്നാണ് പാടിയത്. അല്ല ഇപ്പം തുമ്പിപ്പാട്ടാണോ തോണിപ്പാട്ടാണോ? ഇതിലിപ്പോ ഇനിയാണൻ തോണിപ്പാട്ട് എന്നാണുള്ളത്. ഇതിൽ എഴുതിയിരിക്കുന്ന തോണിപ്പാട്ടെന്നാണ്. ഇനിയാണൻ തോണിപ്പാട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് ചരണത്തിന്റെ എൻഡിലെ 2 ലൈൻ. തോണിപ്പാട്ട് അതാണ് കറക്റ്റ് അല്ലേ? പക്ഷെ മോള് പാടിയത് തുമ്പിപ്പാട്ടെന്നാണ്. ഒരു ചെറിയൊരു അവിടെ ഒരു തോണി തുമ്പിയായി പോയി. അപ്പൊ അങ്ങനെ ഒരു സംഭവം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി തീർച്ച നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. തീർത്ഥ നന്നായിട്ട് പാടി മോളെ. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു 2 റൗണ്ട് എക്സ്ട്രീംസ് ആയിട്ടുള്ള 2 റൗണ്ട്, ഒന്ന് സോൾഫുൾ മെലഡി, ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാറ്റഗറി വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ 2 എക്സ്ട്രീംസ് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ തന്നെ 2 എക്സ്ട്രീംസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റൗണ്ട് വെച്ചേക്കണേ. അപ്പം സോൾഫുൾ മെലഡിയിൽ മോൾ അസലായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വേറെ ഇപ്പം തീർത്ഥയ്ക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, അതാണല്ലോ നമ്മൾ ഇനി നോക്കേണ്ടത്. ഈ കഴിഞ്ഞ സോൾഫുൾ മെലഡിയിൽ പാടിയ ഏകദേശം സെയിം ടോണൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കേൾക്കണത്. പെർഫോം ചെയ്തില്ല എന്നല്ല പറയണേ. പക്ഷേ വേറെ ഒരു ഷെയ്ഡ് നമുക്കൊന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഹരിക്കും നമുക്ക് 2 പേർക്കും അതാണ് തോന്നിയത്. ഇനി തീർത്ഥയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടെടുത്തിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് ഇതും പറ്റും എന്ന് കാണിക്കുന്ന ഒരു തീർത്ഥയാണ് ഇനി നെക്സ്റ്റ് ടൈം വരേണ്ടത്. ഇത് മാർക്ക് കുറയാനൊന്നും പോകുന്നില്ല, ഞാൻ പറഞ്ഞത് അതല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വേറൊരു ടെക്സ്ചർ അല്ലെങ്കിൽ വേറൊരു സംഭവം കൊണ്ട് തീർത്ഥ വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി കേട്ടോ, പാട്ട് നന്നായിട്ട് പാടി. ചേച്ചി തീർത്ത പാട്ട് പാടി തീർത്ത. പിന്നെ എന്നാ ഉണ്ട് വിശേഷം പറ. ഈ സോൾഫുള്ളിൽ നിന്ന് ഈ ഫാസ്റ്റ് ട്രാക്കിലോട്ട് ചിന്തിച്ച് കിട്ടിയോ? ഇപ്പൊ ഒരു ഫാസ്റ്റ് ട്രാക്ക് കിട്ടിയോ, ആലോചിച്ച് കിട്ടിയോ എന്ന് പറഞ്ഞ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ടെ നാദൃഷൊക്കെ പറഞ്ഞു വിട്ടിട്ട് ലാൽജോ സാറിന്റെ അടുത്ത് ഞാൻ കാണാൻ ചെന്ന്. അന്ന് വിദ്യാജി ഇപ്പൊ ചിങ്ങമാസത്തിന് വേണ്ടി ഒരു പുതിയ വോയിസിന് തപ്പിച്ചെന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ലാൽജോ സാറിന്റെ അടുത്ത് ചെന്നിട്ട് 2 ടൈപ്പ് പാട്ട് പാടി കേൾപ്പിക്കാൻ പറഞ്ഞു. അപ്പം 2 ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ 2 എക്സ്ട്രീംസാ. അപ്പൊ ഞാൻ ഫസ്റ്റ് രാജഹംസമേ പാടി, പിന്നെ അതിന്റെ രണ്ടാമത്തെ ടൈപ്പ് ഞാൻ നേരെ വസീകര പാടി എന്നാണ് എന്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത്. അങ്ങനത്തെ ഒരു കാറ്റഗറി ആണല്ലോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ, അതാണ് എന്റെ മനസ്സിലോട്ട് വന്നത്. പിന്നെ ഒരു ഉഗ്രൻ ഒരു മറ്റേ ഒരു ചിരി ചിരിച്ചല്ലോ. അതെന്ത് ഈ ചിരിയല്ല, ഇത് ഞാനൊരു യക്ഷച്ചിരിയായി. അല്ല എനിക്ക് മറ്റേ ചിരി അറിയാം, മറ്റേ ഒരു എന്റെ റൊമാൻറ്റിക് ചിരിയല്ലേ ഉദ്ദേശിച്ചത്. ഏത് ചിരി വേണം? അല്ല ഒരു മിതച്ചിരി, ഒരു നോർമൽ ചിരി, റൊമാൻറ്റിക് കുറച്ചുകൂടെ. അത് കുറച്ചുകൂടെ ചിരി, ഇത് കുറച്ചുകൂടെ. ഇനി കൊലച്ചിരി, ഇനി യക്ഷച്ചിരി. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു പാട്ടില് യൂസ് ചെയ്തൊരു ചിരി കേക്കാം. അതൊന്ന് കേൾപ്പിച്ച മോളെ.
ആ മതി രസമുണ്ടായിരുന്നു അതിനകത്ത് വന്നപ്പോ രസമുണ്ടായിരുന്നു. അതുപോലെ നാഗരദീർദ്ധവും ധൃതത്വവും അത് അടിപൊളിയായല്ലോ. ഓ എന്റെ പൊന്നോ, കോറസുകാർക്കും ആ എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഒരു മാർക്ക് അവർക്കും കൂടെ കൊടുത്തേക്കണം. എന്തെങ്കിലും ഡയറി മിൽക്കോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, ഉണ്ട ചോറിന് നന്ദി കാണിക്കണം കേട്ടോ. ഓക്കെ, അടിപൊളി മോളെ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഹരിച്ചേട്ടാ, തീർച്ചയായിട്ടും സോങ് ചോയ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി മാർക്ക് തന്നേനെ. പിന്നെ ഒരു ചെറിയൊരു കറക്ഷനും വന്നതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 8.5. താങ്ക് യു സർ. ചേച്ചി, തീർത്ത ഈ പാട്ട് പാടി നന്നായിട്ട് തീർത്തത് കൊണ്ട് ഞാൻ 9 തരുന്നു. താങ്ക് യു മാം. തീർത്ത 26 പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ ഇനി ഞങ്ങൾക്ക് വേറെ തീർച്ചയുടെ വേറെ പാറ്റേൺ വേറെ വോയിസ് ഒക്കെയാണ് കേൾക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിക്കോ. അതിപ്പോ 2 റൗണ്ട്സും കഴിഞ്ഞില്ലേ നമ്മുടെ. ഇനി അടുത്ത എന്ത് റൗണ്ട്സ് ആണെന്നുള്ളത് നോക്കാം. അതിനനുസരിച്ചുള്ള സോങ്സ് ഒക്കെ സെലക്ട് ചെയ്തു. ഓക്കേടാ, ബൈ. ബൈ.